ഹലോ ഫ്രണ്ട്സ്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന്. രണ്ടും വളരെയധികം പോപ്പുലർ ആയ നിക്ഷേപ മാർഗങ്ങളാണ്. പക്ഷെ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപം എവിടെയാക്കണമെന്ന് എളുപ്പമാകും. സോ ആദ്യം സ്റ്റോക്ക് എന്താണെന്ന് നോക്കാം. ഒരു കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ വാങ്ങുമ്പോൾ അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങിയാൽ റിലയൻസ് കമ്പനിയിലെ ഒരാളായി നിങ്ങൾ മാറുന്നു. ഒരു ചെറിയ ഓണർഷിപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും. കമ്പനിയുടെ വളർച്ചയും ലാഭവും നിങ്ങളെ നേരിട്ട് ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ഗിവ്സ് യു എ ഡയറക്റ്റ് കൺട്രോൾ. ഇതിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു ഏത് കമ്പനി വാങ്ങണം, എപ്പോൾ അത് വിറ്റു പോകണമെന്ന്. സോ ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നത് ഒരു ഫണ്ടിലേക്കാണ്. അത് ഒരു ഫണ്ട് മാനേജറാണ് നിയന്ത്രിക്കുന്നത്. ഫണ്ട് മാനേജർ നിങ്ങളുടെ പണം പല കമ്പനിയിലായിട്ട് നിക്ഷേപിക്കും. ഇത് ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് എളുപ്പമാർഗമാണ്, കാരണം പ്രൊഫഷണൽ ടീം നിങ്ങളുടെ പണത്തിന് വേണ്ടി ജോലി ചെയ്യും. ഉദാഹരണത്തിന് രമേശ് സ്റ്റോക്ക് മാർക്കറ്റിൽ 10,000 രൂപ നിക്ഷേപിച്ചു. അവൻ നല്ല കമ്പനി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ 25% ലാഭം നേടി. പക്ഷെ മറ്റൊരു സമയം അവൻ തെറ്റായ കമ്പനിയിൽ ഷെയർ വാങ്ങി 30% നഷ്ടമായി. അതേസമയം രമേശിന്റെ ഫ്രണ്ട് സുരേഷ് മ്യൂച്വൽ ഫണ്ടിൽ 10,000 രൂപ നിക്ഷേപിച്ചു. അവന് വർഷം തോറും സ്ഥിരമായ 10 തൊട്ട് 12% റിട്ടേൺ കിട്ടി. അതായത് റിസ്ക് കൂടുതലായതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്, പക്ഷെ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റഡി ഗ്രോത്ത് നൽകും. ഇപ്പോൾ ചോദ്യം ഒന്നാണ്, വിച്ച് ഈസ് ബെറ്റർ ഫോർ യു? നിങ്ങൾക്ക് മാർക്കറ്റ് പഠിക്കാനും ട്രെൻഡ് മനസ്സിലാക്കാനും സമയമുണ്ടെങ്കിൽ സ്റ്റോക്സ് ആണ് നല്ലത്. നിങ്ങൾക്ക് ലോങ് ടൈം സേഫ് ഗ്രോത്ത് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സും. രണ്ടും ചേർന്ന് ഒരു ബാലൻസ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. അതായത് ഫ്രണ്ട്സ്, രണ്ട് ഓപ്ഷനും നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ ലക്ഷ്യവും റിസ്ക് ടോളറൻസും അനുസരിച്ച് തീരുമാനിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.